എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അകിടുണ്ട്, ബയോ അകിട്. ഇൻഡിസ്കൊന്നിലപ്പി ഞങ്ങളുടെ ഒരു വീക്കിലെ കഠിനാധ്വാനം മൊത്തം കഴിഞ്ഞു. ഞങ്ങൾ വീക്കെൻഡിലെത്തിക്കുകയാണ് ഗൈസ്. വീക്കെൻഡിലെത്തിരിക്കുകയാണ്. വീക്കെൻഡിലെ മെയിൻ പരിപാടി കലാപരിപാടിയായ ഞങ്ങൾ കുട്ടുജിയുടെ, അതായത് എൻ്റെ ഭാര്യയുടെ തറവാട്ടിലേക്ക് പോവുകയാണ്. ബന്ധുമിത്രാദികളെ കാണാൻ മിഠായി പൊതികളൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഗാർബേജ് കളയാൻ വരെ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ് ഗൈസ്. സെക്യൂരിറ്റിയെ തടഞ്ഞ് നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞാനിവിടെ പുറത്ത് നിൽക്കും. ഞങ്ങൾ ഇവിടെ കുടുംബക്കാരായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ പുറത്ത് നിൽക്കും. നമ്മളുടെ ബന്ധുമിത്രാദികളൊക്കെ കണ്ടിട്ട് വരും. ഞാൻ പുറത്ത് ഇങ്ങനെ സമയമൊക്കെ നോക്കി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കും. ആയിട്ടത് പ്ലാസ്റ്റിക് ഓൺലി ഗാർബേജസ്. എത്ര സെഗ്രിഗേറ്റഡാണ് നോക്കിയാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അവർക്ക് അവിടെ നമ്മുടെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമാണ് കാര്യങ്ങൾ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർബേജ് ഇടാനുള്ള ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ നോക്കി വീട്ടിലെത്തിയിട്ടുണ്ടാവും. എൻ്റെ ഭാര്യയുടെ കണ്ണിൽ ഇത് ഇപ്പോഴാണ് പെട്ടത്, കഴിഞ്ഞ ആഴ്ച. ഇത് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എക്സോസ്റ്റ്, അതെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ് പൊക്കുന്ന കാര്യം. അത് ക്യാമറയിൽ ഡീസൻ്റ് ആവുന്നതാണ്. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ഇതുവരെ ഞാനൊന്നും പൊക്കിയിട്ടില്ല. അല്ല, അതെപ്പോഴും ഉണ്ടായിരുന്നു അവിടെ. ഗൈസ് കാലാവസ്ഥ എന്താണെന്നറിയില്ല, അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. കാറിൻ്റെ അവസ്ഥ, ചളിയിൽ കുളിച്ചു നിന്നു. പിന്നെ നമ്മൾ ഗാർബേജ് കളർ വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഷോപ്പിങ്ങിൻ്റെ ബാഗ് നമ്മൾ എപ്പോഴും റീയൂസബിളാണ്. ഇവിടെ നമ്മൾ ഗവൺമെൻറ്റും സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരും എല്ലാം പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് കുറച്ച് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഇന്ന് സാറ്റർഡേ ആണ്. നമ്മൾ വീക്കിനായിട്ട് ഫുൾ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ഓഫർ ഉണ്ട് എന്ന് നമ്മൾ നോക്കും. എന്നും നോക്കില്ല, കാരണം ക്രിസ്മസിനുണ്ടോ ക്രിസ്മസ് സാധനങ്ങൾ, ക്യാൻഡിൽസ് സംഭവങ്ങളൊക്കെ മറന്നിരുന്നു. സ്റ്റാർ, അയ്യോ ഗൈസ്, ഷഡ്ഡി നോക്കിയാൽ 99. പോവാ നമുക്ക്. ചിക്കൻ എന്താന്ന് പറയാനറിയോ? അതിന്റെ ഭാര്യ പറയും ചിക്ലിങ്. അത്രയും വൃത്തിയായിട്ടല്ലേ പറയാ, ചിക്ലിങ്. ആദ്യം ഈ കനാറെ പോയിട്ട് നിന്റെ ഡെലിവറി എടുക്കണ്ടേ ഡെലിവറി? എങ്ങനെയാണ് എന്റെ ചെലവുകൾ ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ. വൺ ടൈം ചെലവ്. ഞാൻ വളരെ ചെലവ് കുറവുള്ള ഭാര്യ. പറഞ്ഞിട്ട് ഞാൻ കട്ടുള്ളൂ. എന്റെ കണ്ണിങ്ങനെ ഡും ഡും എന്ന് പറഞ്ഞ് പൊട്ടും ഈ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ബൈ. പിന്നെ ഷീനിന്റെ പാക്കേജ് എടുത്തിട്ട് വരാം. വണ്ടി ചൂടാക്കി നമ്മൾ ഇറങ്ങും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ച കാശാണ് ഈ പെട്ടിൽ. കടയിലുള്ള എല്ലാം ഭംഗിയുള്ളത് കാണാൻ ഭംഗിയുണ്ടല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അകിടുണ്ട്, ബയോ അകിട്, പ്രിസർവ്ഡ് അകിട്. എന്നുവെച്ചാൽ അത്രയും ഫ്രഷ് ആയിട്ട് കൊടുക്കണമെന്ന് സ്വീഡിഷ് ആൾക്കാർക്ക് നിർബന്ധമായതുകൊണ്ട് പശുവിനെ കറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകിട് മുറിക്കും. എന്നിട്ട് അകിട് ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് മുറിക്കുന്ന സമയത്തുള്ള പാല് ഫ്രഷ് ആയിട്ടിരിക്കും. തമിഴ്നാട്ടിലൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കറന്നിട്ട് കൊടുക്കണേ, അതേ പരിപാടി തന്നെ. ഇവിടെ അങ്ങനെ ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ കഥ പറഞ്ഞിരിക്കുന്നത്. ഞാനും ബാക്കിലത്തെ ലൈറ്റ്സ് ഒക്കെ ഫുൾ പിങ്കി കൊള്ളാം. സ്റ്റേക്ക് കഴിക്കാൻ നമ്മുടെ ഭാര്യയെ കൊണ്ട് നമ്മൾ സ്റ്റേക്ക് കഴിക്കാൻ സൂപ്പർ. വിഴുങ്ങിയത് കൊള്ളാം. നിങ്ങൾ വീട്ടിൽ നിന്നങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ടാണ്. എനിക്ക് സ്റ്റാറിൻ്റെ രസമാണ്. പിണങ്ങിയിട്ടുള്ള നിൽപ്പാണ്.
എൻട്രൻസിൽ സൂപ്പർ മാർക്കറ്റ് എൻട്രൻസിൽ ആൾക്കാരൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ പ്രതിഷ്ഠ ഇൻഡിസ്കൊക്കെ ഒന്ന് ലപ്പി കയറുന്നവർക്ക് തൊഴാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷീൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ പോകണം. എന്നിട്ട് ഭർത്തുവിൻ്റെ റിയാക്ഷൻ നോക്കും. ഓക്കെ ഭർത്തു, എല്ലാത്തിനും സൂപ്പർ റിയാക്ഷൻ തരണേ. ലിപ്സ്റ്റിക് ആണ് തോന്നുന്നു. ഷെൽഗ നല്ല പറയണ്ട, ഇത് ഞാൻ പിന്നെ പൊട്ടിക്കാം. ഞാൻ ഇത്ര കാലം എനിക്ക് വരെ അറിയാം ഷീഗ്ലാമേ. ഞാൻ ഇത്രയും വലിയ സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ചെറുതാണ് വന്നത്. പക്ഷെ ഇത് എന്താ വെച്ചാൽ തുടച്ചാൽ വീണ്ടും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ പേപ്പറാണ് ഇത്. എപ്പടി തണുപ്പിന് കഴുത്തിലിട്ടുണ്ടായതാ. അത് വേറെ, ഇതെങ്ങനെന്ന് പറ. കൊള്ളാം, നൈസാണ്. അല്ലേ, നൈസ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷെൽഗാണ്. അടുത്തത് സൂപ്പർ പാന്റ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പാന്റ് അല്ലേ? അത് വേസ്റ്റ് സൈസ് കറക്റ്റ് ആണോ? ഇത് മുകളിലത്തെ വേസ്റ്റ്. അത് നമുക്ക് നല്ല വലിയ പാന്റ്. മുകളിലത്തെ വേസ്റ്റ് ആവും. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഭംഗി. താഴെ വേസ്റ്റ് ഉണ്ടോ നിനക്ക്? അടുത്തതായി നല്ലതല്ലേ? പാമ്പിനൊക്കെ പിടിക്കാൻ പോകുമ്പോഴാ. ഇത് ഞാൻ ബ്ലാക്ക് പാന്റിന്റെ കൂടെ ഇട്ട് കാണിച്ചാൽ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോള്. കണ്ടോ, ടച്ച് നോക്കി തുറന്ന് അടിച്ചത്. നമ്മൾ വിന്ററിൽ ഇടാൻ വേണ്ടിയിട്ട്, കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല എടാ കഴുത്തിൽ മാത്രം. ഒന്നിനൊരു നല്ല റിവ്യൂ തരും. ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കും കുറച്ച്. ഇത് നമ്മൾ എവിടെ വെച്ചാലും ഈ വാക്യൂം പിടിക്കും. വാക്യൂം ഒട്ടിക്കല. അത് എന്റെ ഫോൺ ഒട്ടിക്കാനാ. അല്ല, അവിടെ അല്ല, ഈ കണ്ണാടിയില് അങ്ങനത്തെ ഫ്രിഡ്ജില് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ ഒട്ടുന്നു. ഇത് സ്റ്റോക്കിങ്സ് ആണോ അതോ തെർമൽസ്? അല്ല, ഇത് സ്റ്റോക്കിങ്സ്. ഇതാണോ സ്റ്റോക്കിങ്സ്? അല്ല സോറി, ഇത് സ്റ്റോക്കിങ്. ഇത് ജഗ്ഗിങ്സ്. ഒരു ചെറിയ തിരുത്തുണ്ട്. ഇത് സാധാ പാന്റ്. ഞാൻ വലുതാ ഉദ്ദേശിച്ചത്. മാത്രമായിട്ട് അതിന്റെ ചീർപ്പം നോക്കി നോക്കി. പക്ഷെ ഇത് പോക്കറ്റിലിട്ട് നടക്കാലോ. ഇത്രല്ലേ ഉള്ളൂ. എടാ ക്യൂട്ടാ. അല്ലേ നൈസ് അല്ല? ഞാൻ കുറച്ച് വലുതാണ് പ്രതീക്ഷിച്ചത്. നോക്കൂ, ജ്വല്ലറി ബോക്സ് ഡി ലെറ്റർ ഒക്കെ ആയിട്ട് ഇങ്ങനെ തുറക്കും. നല്ലല്ലേ, വർത്തിട്ടല്ലേ? ബസ് കണ്ടക്ടർ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? അത് സേഫ്റ്റി പിൻ ഉണ്ട്. നോക്കി ഗൈസ്, ക്യൂട്ട്. ഇങ്ങനത്തെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ സാധനം? എന്താ ഇതെന്ന് അറിയില്ല. പക്ഷെ സൂചികളുണ്ട് നമുക്ക് തുന്നാൻ. കുഞ്ഞ് കത്തരി കണ്ട് മീശൊക്കെ മേടിക്കാൻ പറ്റും. ബട്ടൺ ഉണ്ട്. നാട്ടിൽ പുറത്ത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കീറിയാൽ നമുക്ക് ഒട്ടിക്കാലോ. ഇത് വേറെ ബാഗ് അല്ലേ? നല്ല വലിയ ബാഗ്. ഇതിൽ കുറെ സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. ഇതാണ് പെർഫ്യൂം വെക്കാനുള്ള സ്റ്റാൻഡ്. ചെറുതായി പോയോ? ഉണ്ടാക്കിയാൽ വലുതാവും. ഇത് നമുക്ക് വെച്ച് പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, 1 2 3 ഒക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. സംഭവം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. സി ഗൈസ്, പെർഫ്യൂം വെക്കൽ സ്റ്റാൻഡ്. അത് എഴുതി നിങ്ങൾ വെച്ചോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നീ എക്സ്പ്രഷൻ ഉണ്ട്, ഞാൻ ഇവിടെ ഒച്ചത്ത് പറയാം. കാർ വാഷോടെ നമ്മുടെ വീക്കെൻഡ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീക്കെൻഡിൽ വരും. ഓക്കെ ബൈ.